ഏലിയ സ്ലീവ മൂശക്കാലം ഒന്നാം ഞായർ സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നാം ആരാധനാക്രമ വർഷത്തിൽ പുതിയ ഒരു കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏലിയ സ്ലീവ മൂശക്കാലം. ഈ കാലത്തിൽ പ്രത്യേകമായി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കേന്ദ്രീകൃതമായിട്ടാണ് നാം നമ്മുടെ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. ദൈവരാജ്യവും കുരിശിൻ്റെ മഹത്വവും പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഒരു കാലമാണിത്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഈ കാലത്തിലെ ഒരു പ്രധാന ശ്രദ്ധാവിഷയമാണ്. യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് ഉപമകളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രഘോഷിക്കുകയും അവിടുത്തെ ജീവിതത്തിലൂടെ കുരിശ് മരണത്തിലൂടെ സ്ഥാപിതമാവുകയും ചെയ്ത ദൈവരാജ്യം പ്രത്യേകം നമ്മൾ ഓർക്കുന്നു. അക്കൂട്ടത്തിൽ അവിടുത്തെ രണ്ടാമത്തെ വരവിനെ നമ്മൾ ഈ കാലത്തിൽ ഓർക്കുന്നു. ഈ രണ്ടാമത്തെ വരവിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് അവിടുത്തെ രൂപാന്തരീകരണ വേളയിൽ മോശയും ഏലിയായും അവിടുത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. മോശ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ മക്കളെ ദൈവജനമാക്കി തീർക്കുവാനായിട്ട് ശ്രമിച്ച ഒരു പ്രവാചക ശ്രേഷ്ഠനാണ്. ഏലിയ ഇസ്രായേൽക്കാരെ ദൈവത്തോടെന്നും വിശ്വസ്തതയുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടി, അവരെ വളർത്തുവാൻ വേണ്ടി അക്ഷീണം യത്നിച്ച ഒരു പ്രവാചകനാണ്. നാം ഇന്ന് ഈ ഒന്നാം ഞായറാഴ്ച ഏശയ്യായുടെ പുസ്തകത്തിലുള്ള വായനയാണ്. അവിടെ ഏശയ്യ ഇസ്രായേൽക്കാരെ, അവരുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയാണ്. യഹോവയിൽ ആശ്രയിക്കാതെ ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ സംരക്ഷണം നേടുന്നു. നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് അവരോട് പ്രത്യേകം പറയുകയാണ്. അതിനു പകരമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ, അവിടുത്തെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക, ആശ്രയം വെക്കുക എന്ന് പ്രവാചകൻ ഇസ്രായേൽക്കാരോട് പറയുകയാണ്. ലേഖന ഭാഗത്ത് പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാരെ അഭിനന്ദിക്കുകയാണ്. അവരുടെ വിശ്വാസ ധൈര്യം, സ്ഥിരത, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും ആ സഭയിലെ പ്രയാസങ്ങളുമൊക്കെ അവഗണിച്ച് അവർക്ക് കർത്താവിൽ വിശ്വാസം ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധിച്ചതിനെ പൗലോസ്ലീഹ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം പല ആവർത്തി ശ്രദ്ധിച്ചിട്ടുള്ള വായനയാണുള്ളത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം അവസാനത്തെ വചനങ്ങൾ, അതുകൂടാതെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം ജെറീക്കോയിലെ കുരുടനെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ്. അതിനുശേഷം സക്കായിയുടെ വീട്ടിൽ
കർത്താവ് പോകുന്നതും സക്കായിക്ക് സംഭവിക്കുന്ന മാനസാന്തരവുമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്രകാരം പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 15 മുതൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വരെ പതിതരുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. അതിനു മുമ്പ് കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്രയുടെ വിവരണമായിട്ടാണ് പല അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 15 മുതൽ ഉള്ള അധ്യായങ്ങൾ പതിതരുടെ സുവിശേഷമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ടവരെ, സമൂഹത്തിൽ ശ്രദ്ധ കൊടുക്കാത്തവരെ, മാറ്റപ്പെട്ടവരെ കർത്താവ് ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ ജീവിതവും കാഴ്ചവയ്ക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. പതിതരുടെ സുവിശേഷം, ചുങ്കക്കാർ, അതുപോലെയുള്ള വിധവയുടെ കഥ, ഇങ്ങനെ പ്രത്യേകത നിറഞ്ഞ സംഭവങ്ങളും ഉപമകളും കർത്താവ് അരുളി ചെയ്ത ഭാഗമാണിത്. അതിൻ്റെ അവസാന ഭാഗമാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ ജെറീക്കോയിലെ കുരുടൻ്റെ കഥ. കർത്താവ് ജെറീക്കോ നഗരത്തിൽ എത്താറായപ്പോൾ അവിടെ വഴിയരികിൽ ഇരുന്നു കൊണ്ട് ഒരു യാചകൻ, കണ്ണു കാണാത്ത അന്ധനായ ഒരു മനുഷ്യൻ വിളിച്ച് ഉറക്കെ പറയുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. അവനോട് നിശബ്ദനായിരിക്കാൻ ആളുകൾ പറഞ്ഞു. പക്ഷെ അവൻ നിർത്തിയില്ല. അവൻ വീണ്ടും ഉറക്കെ പറഞ്ഞു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഇതറിഞ്ഞ് കേട്ട് കർത്താവ് അവൻ്റെ പക്കൽ വരികയും അവന് സൗഖ്യം നൽകുകയും ചെയ്തതാണ്. അതിനുശേഷം അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇതുപോലെ തൊട്ടടുത്ത സംഭവമാണ് കർത്താവ് ജെറീക്കോയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ സക്കായി എന്നുള്ള പേരുള്ള മനുഷ്യൻ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടായി, നസ്രായനായ യേശുവിനെ പറ്റി. അവിടുത്തെ ഒന്ന് കാണുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അവന് പൊക്കം കുറവായിരുന്നതിനാൽ മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കയറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന സക്കായി യേശു കണ്ടിട്ട് പറയുകയാണ്, മകനെ, ഇറങ്ങി വരിക. അവനെ കണ്ടു. തൊട്ടടുത്ത് നിന്നപ്പോൾ കർത്താവ് പറയും, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ്. മനോഹരമായ സംഭവമാണ്. യേശു അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ താമസിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അത്ഭുതം സംഭവിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സക്കായി ഒരു പുതിയ മനുഷ്യനായി തീരുകയാണ്. അപ്പോൾ ജെറീക്കോ നഗരത്തോട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് സംഭവങ്ങളും നടക്കുന്നത്. ശ്രദ്ധേയമായ പല കാര്യങ്ങളും ജെറീക്കോയെ പറ്റി നമുക്കറിയാം. ജെറീക്കോയിൽ ഒത്തിരി ധനവും അതിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉള്ള ഒരു നഗരമായിരുന്നു. പ്രത്യേക കൃഷി സ്ഥാപനങ്ങൾ, അതിൻ്റെ ഫലമായി റോമാക്കാർ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ലോകമെമ്പാടും കച്ചവടം ചെയ്യുകയും ഒത്തിരിയേറെ പണവും പ്രശസ്തിയും അവർ സമ്പാദിക്കുകയും ചെയ്തു. അപ്പോൾ റോമാക്കാരുടെ കാലത്ത് അവരുടെ പിണിയാളുകളായി നികുതി പിരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പലരിൽ ഒരാളാണ് സക്കേവൂസ്. പലപ്പോഴും ഈ നികുതി പിരിവുകാർ ആളുകളെ പിഴിഞ്ഞ് കഷ്ടപ്പെടുത്തി കൂടുതൽ പണം മേടിച്ചിരുന്നു. അതിനാൽ ആളുകൾ അവരെ വെറുത്തിരുന്നു. ജെറീക്കോ ഒരു പ്രത്യേകതയുള്ള നഗരമായിരുന്നു. ആ നഗരത്തിലേക്ക് കർത്താവ് കയറുമ്പോഴാണ് ആദ്യം കുരുടനെ സുഖപ്പെടുത്തുന്നത്. രണ്ടാമത് സക്കായിയുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലുന്നത്.
ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഈ രണ്ട് വ്യക്തികളും സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരായിരുന്നു. ആദ്യത്തെയാൾ അന്ധനെന്ന നിലയിൽ അവനൊരു സ്ഥാനവുമില്ലായിരുന്നു. സമൂഹത്തിൽ ഒന്നുമില്ലാത്തവനായിരുന്നു ഈ കുരുടൻ. രണ്ടാമത് സക്കായി. അവനെപ്പറ്റി തന്നെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പൊക്കം കുറവായിരുന്നതിനാണ്. അവൻ്റെ ശാരീരികമായ പൊക്കക്കുറവ് മാത്രമല്ല, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട, മാറ്റപ്പെട്ട അനുഭവം പേറുന്ന ആളായിരുന്നു സക്കേവൂസ്. പൊക്കക്കുറവ് ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും ഒത്തിരിയേറെ അനുഭവിച്ചു. അപ്പോൾ ഇങ്ങനെ 2 അനുഭവങ്ങളുള്ള 2 വ്യക്തികൾ ദൈവത്തെ കാണുവാനും അവിടെ നിന്ന് സ്നേഹം കിട്ടുവാനും ആഗ്രഹിച്ചു. അന്ധന് കാഴ്ചയാണ് ആഗ്രഹിച്ചെങ്കിൽ, സൗഖ്യമാണ് ആഗ്രഹിച്ചെങ്കിൽ, സക്കേവൂസിന് യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ കാഴ്ച, യേശുവിനെ കാണുമ്പോഴുള്ള അനുഭവം, അതുവഴിയായിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആ അവസരം മാറ്റിക്കിട്ടാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവർ 2 പേരുടെയും സമൂഹത്തിലെ നിലയെപ്പറ്റിയാണ്, സ്ഥിതിയെപ്പറ്റിയാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവർ 2 പേരുടെ ആഗ്രഹമാണ്. കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന് കുരുടൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത് നിന്നവർ പറഞ്ഞു, നിശബ്ദരായിരിക്കും, ശല്യപ്പെടുത്താതെ. അപ്പോഴവൻ നിർത്തിയില്ല. കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന് വീണ്ടും ഉച്ചത്തിൽ അവൻ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കൂ, അവൻ്റെ ആഗ്രഹം, അവൻ്റെ ശാഠ്യം, അവൻ്റെ നിർബന്ധം. യേശു എന്ന നസ്രായൻ എന്നെ സ്പർശിച്ചാൽ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടും. നിർബന്ധമാണ്, ശാഠ്യമാണ്. ഇതേ ശാഠ്യമാണ് സക്കേവൂസിനുള്ളത്. നസ്രായൻ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ട്. അവനെ ഒന്ന് കണ്ടാൽ ഞാൻ രക്ഷപ്പെടുമായിരിക്കും. ഒരു നോക്ക് കാണാം. മരത്തിൻ്റെ മുകളിലേക്ക് സക്കേവൂസ് കയറുകയാണ്. എങ്ങനെയെങ്കിലും യേശുവിനെ കാണണം, അവിടുത്തെ അനുഭവിക്കണം. ഈ 2 പേര് മാത്രമല്ല, പലരും അവിടുത്തെ കാണുവാനും അനുഭവിക്കുവാനും ശ്രമിച്ചതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മരണത്തിന് ശേഷം അവിടുത്തെ കല്ലറയിൽ അടക്കിയപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ശിഷ്യന്മാരും വേണ്ടപ്പെട്ടവരും മാറി നിന്നപ്പോൾ അവിടെ കടന്നു വന്നത് മഗ്ദലന മറിയമാണ്. അതിരാവിലെ കല്ലറയിലേക്ക് മഗ്ദലന മറിയം ചെല്ലുകയാണ്. എവിടെയാണ് എൻ്റെ കർത്താവ്? അവിടുത്തെ കാണാതെ ഞാൻ പോകില്ല. തീക്ഷ്ണതയോടെ ആഗ്രഹിച്ച് അതിരാവിലെ കല്ലറയിലേക്ക് പോയ മഗ്ദലന മറിയം, കർത്താവിനെ കണ്ടിട്ട് ഞാൻ പോകൂവെന്ന് നിർബന്ധം പിടിച്ച, ശാഠ്യം പിടിച്ച, സ്നേഹത്തിൻ്റെ നിർബന്ധമുണ്ടായിരുന്ന മഗ്ദലന മറിയം. ഈ ശാഠ്യമാണ് കുരുടനിലും സക്കേവൂസിലും നാം കാണുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം നാം ശ്രദ്ധിക്കുന്നത്, ഈ 2 പേരും കർത്താവിൻ്റെ സ്പർശമുണ്ടായപ്പോൾ, അവിടുന്ന് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കുണ്ടായ മാറ്റം, അവരത് ഉദ്ഘോഷിക്കുക. കുരുടൻ എന്താണ് ചെയ്തത്? കർത്താവിൻ്റെ സൗഖ്യം ലഭിച്ചപ്പോൾ, സ്പർശം ലഭിച്ചപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിച്ചു. ഇതാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിച്ചു. ഇത് കണ്ട മറ്റുള്ളവരും കർത്താവിനെ സ്തുതിച്ചു. സക്കേവൂസ് എന്താണ് ചെയ്തത്? ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ
അവൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ. ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുകയാണ്. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കും. അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല, നിയമം അനുസരിച്ച് 4 ഇരട്ടിയായി കൊടുക്കും. മാറ്റം യേശുവിൻ്റെ സാന്നിധ്യം വഴിയായിട്ട്, യേശുവിൻ്റെ അനുഭവം വഴിയായിട്ട്, യേശു അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നത് വഴിയായിട്ട് അവനുണ്ടായ മാറ്റം ശ്രദ്ധാർഹമാണ്. സക്കേവൂസ് എന്ന പേരിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നാണ്. ചുങ്കക്കാരനായപ്പോൾ, പണമുള്ളവനായപ്പോൾ അവൻ നിഷ്കളങ്കനല്ലാതായി തീർന്നു. പിടിച്ചുപറിക്കാരനായി, പാപിയായി തീർന്നു. സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി തീർന്നു. അവനിൽ മാനസാന്തരം സംഭവിക്കുക. പേരും വേരും ഇല്ലാത്ത ആളായിരുന്നു സക്കേവൂസ്. അവന് പേരും വേരും യേശുവിൻ്റെ സാന്നിധ്യം വഴി, അവൻ്റെ മാനസാന്തരം വഴി സംഭവിക്കുക. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ സ്ഥിതി, സമൂഹത്തിലെ സ്ഥിതി. രണ്ടാമത്, സ്നേഹത്തിൻ്റെ ശാഠ്യം. മൂന്നാമത്, അവർക്ക് വന്ന മാറ്റം. ഇത് 3ഉം ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുകയാണ്. സക്കേവൂസിൻ്റെ കർത്താവിൻ്റെ അനുഭവം, അവനിൽ മാറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തുകയാണ്. ജെറീക്കോയിലെ കുരുടന് സൗഖ്യം ലഭിച്ചപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുകയാണ്. മറ്റു പലരും ഇതറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. നോക്കുക, നമ്മുടെ ജീവിതത്തിലെ സൗഖ്യം, യേശുവിൻ്റെ അനുഭവം, അവിടുത്തെ സ്തുതിക്കുവാനായിട്ട്, മഹത്വപ്പെടുത്തുവാനായിട്ട് അനേകരെ അവിടുന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ദൈവത്തെ കൂടുതൽ സ്തുതിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് പ്രേരകമായി തീരുന്നുണ്ടോ? ദൈവത്തിലേക്ക് നമ്മുടെ ദൈവാനുഭവം മറ്റുള്ളവരെ അടുപ്പിക്കുന്നുണ്ടോ? ജെറീക്കോയിലെ കുരുടനും സക്കേവൂസും നമ്മുടെ മുൻപിൽ നിരത്തുന്ന ഈ നല്ല പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുവാനും, ഈ ഏലിയ മൂശ കാലങ്ങൾ, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോട് കേന്ദ്രീകൃതമായ ഈ ആരാധനാകാലം ഏറ്റവും പ്രാർത്ഥനാ നിരഭരമായി കർത്താവിനെ അനുഭവിക്കുവാനുള്ള ആ ആഗ്രഹത്തോടെ അനുഭവിച്ച് മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുന്ന, മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന അനുഭവങ്ങൾ തുടർച്ചയായിട്ട് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.